ഞാനും ജീവയും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. ഞാൻ ജീവയുടെ വർക്കിൽ അല്ലെങ്കിൽ ജീവയ്ക്കുള്ള, ഫോർ എക്സാമ്പിൾ, ജീവ ഹാസ് ലോട്ട് ഓഫ് ഗേൾ ഫാൻസ്, കുറെ പേരുണ്ട്. അപ്പൊ ജീവയുടെ ഗേൾ ഫാൻസ് ജീവയ്ക്ക് മെസ്സേജ് അയക്കുന്ന കണ്ട് എനിക്ക് ചെറിയൊരു സംശയം തോന്നിയാൽ മതി, ട്രസ്റ്റ് ഇഷ്യൂ. ഒരുപാട് പേരുടെ ഫേവറേറ്റ് കപ്പിൾസ് ആണ് ജീവ ആൻഡ് അപർണ. അപർണ കുറെ നാളായിട്ട് ഇടുന്ന ചില പോസ്റ്റുകളില് പലർക്കും സംശയം തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു, ഇവരെന്തുകൊണ്ട് ഇങ്ങനെയുള്ള പോസ്റ്റുകൾ ഇടുന്നു, ഇവര് വേർപിരിഞ്ഞു എന്നുള്ള കുറെ സംശയങ്ങൾ. ഇന്ന് അതിന് വ്യക്തമായിട്ട് ജീവ മറുപടി പറഞ്ഞിട്ടുണ്ട്. 11 വർഷത്തെ വിവാഹ ജീവിതം അവര് അവസാനിപ്പിച്ചു. കാരണങ്ങളോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലുകളോ ജീവ പറയുന്നില്ല. തികച്ചും അത് പേഴ്സണൽ ആണ് എന്ന് മാത്രമേ ജീവ അവിടെ പറഞ്ഞിട്ടുള്ളൂ. പറയണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം നിങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ നിങ്ങളിൽ തന്നെ ഒതുങ്ങിയാൽ മതി. സോഷ്യൽ മീഡിയ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയാനുള്ളൊരു അവസരം സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആൾക്കാർ അതെടുത്ത് വിമർശിക്കുന്ന രീതിയും സംസാരിക്കുന്ന രീതിയും പല വഴിക്കായിരിക്കും. പലരും ഡിവോഴ്സ് ആവുന്ന സമയത്ത് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, പരസ്പരം ചളിവാരി എറിയുക എന്നുള്ളത്. അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാരണങ്ങൾ കാണും. ഏതെങ്കിലും ഒരു സമയം വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് വർക്കൗട്ട് ആവില്ല എന്ന് തോന്നി നിങ്ങൾ സെപ്പറേറ്റ് ആയി. ജീവ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഇത് പങ്കുവെക്കുക എന്നത് എനിക്ക് എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. എന്നാൽ എന്റെ കരിയറിലും സന്തോഷത്തിലും വിഷമഘട്ടങ്ങളിലും അതുപോലെ എല്ലാ നിമിഷങ്ങളിലും നിങ്ങളിൽ പലരും എന്റെ കൂടെ ഉണ്ടായിരുന്നതിനാൽ ഇത് എന്നിൽ നിന്ന് തന്നെ നിങ്ങൾ നേരിട്ട് അറിയണം എന്നെനിക്ക് തോന്നി. ഒരു ദമ്പതികൾ എന്ന നിലയിൽ നിങ്ങളിൽ പലർക്കും ഞങ്ങളെ ഇഷ്ടമായിരുന്നു. എന്നാൽ ഇനി മുതൽ അത് ഞങ്ങളല്ല, കേവലം ജീവയും അപർണയും മാത്രമാണ്. 11 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം ഞങ്ങൾ വേർപിരിയുകയാണ്. എവിടെയോ എന്തോ തെറ്റുപറ്റി. ഇനി അത് മുന്നോട്ടു പോകില്ല എന്ന സത്യം ഞങ്ങൾ അംഗീകരിക്കുന്നു. അതിനാൽ 2 പേരും പിരിയാൻ തീരുമാനിച്ചു. ഇതിന് പിന്നിലെ കാരണം തികച്ചും വ്യക്തിപരമാണ്. ഞങ്ങൾ എടുത്തതുപോലെ തന്നെ നിങ്ങളും ഈ തീരുമാനത്തെ മുതിർന്ന രീതിയിൽ ഉൾക്കൊള്ളുമെന്ന് കരുതുന്നു. ഇത് വളരെ വ്യക്തിപരമായ തീരുമാനമാണ്. അതിനാൽ ഈ ഘട്ടത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണമെന്നും മനസ്സിലാക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. പറയാറുള്ളത് പോലെ എന്ത് സംഭവിച്ചാലും അതിന് പിന്നിൽ ഒരു കാരണമുണ്ടാകും. അത് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഇംഗ്ലീഷിലാണ് ജീവി അത് പോസ്റ്റ് ചെയ്തത്. ഞാൻ അത് മലയാളത്തിലോട്ട് തർജ്ജമ ചെയ്താട്ടോ. ഒന്നിച്ചു പോകാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നതിനേക്കാൾ ബെറ്റർ ആണ് പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കി ഡിവോഴ്സ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് അപർണയും ജീവയും കൊടുത്തൊരു ഇന്റർവ്യൂവിൽ ചില കാര്യങ്ങൾ അപർണ പറഞ്ഞിട്ടുണ്ട്. ജീവയും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. ഞാൻ ജീവയുടെ വർക്കിൽ അല്ലെങ്കിൽ ജീവയ്ക്കുള്ള, ഫോർ എക്സാമ്പിൾ, ജീവ ഹാസ് ലോട്ട് ഓഫ് ഗേൾ ഫാൻസ്, കുറെ പേരുണ്ട്. അപ്പൊ ജീവയുടെ ഗേൾ ഫാൻസ് ജീവയ്ക്ക് മെസ്സേജ് അയക്കുന്ന കണ്ട് എനിക്ക് ചെറിയൊരു സംശയം തോന്നിയാൽ മതി, ട്രസ്റ്റ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ തീർന്നു. ഇഫ് ഐ എം സമ്മൺ, ഓക്കെ, പെട്ടെന്ന് മൂടി കണ്ട് അങ്ങനത്തെ സ്വഭാവമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഡിവോഴ്സ് ചെയ്യും. എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഡിവോഴ്സസ് ഒക്കെ സംഭവിക്കുന്നത്, I won't say adjustment, I won't say sacrifice, because that two terms are bullshit in your relation. അതൊന്നുമല്ല, അഡ്ജസ്റ്റ്മെന്റും സാക്രിഫൈസ് ഒന്നുമല്ല, കമ്മ്യൂണിക്കേഷൻ, just like you said, transparency is very, very, very important. Super important. It is your partner, it is your, like you are a couple, you should have that transparency. You shouldn't be hiding anything from that person. ഒന്നും ഹൈഡ് ചെയ്യാൻ പാടില്ല. എന്തിന് ചിലപ്പോ പോലും അറിയാതെ കുറെ കാര്യങ്ങൾ ഇൻബോക്സിൽ കിടന്നിട്ട്, അവരുടെ കമന്റ് ബോക്സിൽ കിടന്നിട്ട് കുറെ ആൾക്കാർ പറയുന്നുണ്ട്, ഇടയിൽ അവര് പിരിഞ്ഞു, അവർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങൾ കാണും, നിങ്ങൾ എന്തിനാ ചുമ്മാ അതിലിങ്ങനെ കുഴി തോണ്ടാന്ന പോലെ തോണ്ടാൻ നിൽക്കുന്നേ. അവര് തന്നെ പറഞ്ഞു അത് പേഴ്സണൽ ആണ്. ആ പേഴ്സണൽ ആയിക്കോട്ടെ. ചില ആൾക്കാർ അപർണയുടെ ഡ്രസ്സിങ്ങിന്റെ പ്രശ്നം, ചില ആൾക്കാർ വേറെ പലതും പ്രശ്നം, അവർക്ക് തമ്മിലുള്ള പ്രശ്നങ്ങൾ അവര് പറഞ്ഞ് അവര് പിരിഞ്ഞു. ഇനി അതിന്റെ പിറകെ കിടന്ന് നിങ്ങൾ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണ്ട. കാരണം എന്താന്ന് പറയുക, ഈ കമന്റ് ബോക്സിൽ അനാവശ്യമായിട്ട് ആൾക്കാർ റിയാക്ട് ചെയ്യുന്ന കാണുമ്പം അവർക്ക് വേറെ വഴിയില്ലാണ്ട് ചിലപ്പോൾ അവർക്ക് തുറന്നു പറയേണ്ടി വരും. എന്തൊക്കെ വന്നാലും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ പുറത്ത് പറയാൻ നിൽക്കരുത്. അത്രേ പറയാനുള്ളൂ. കാരണം കാണുന്ന ആൾക്കാർക്ക് ചിരിക്കാനുള്ള അവസരമാവും അത്.
അത് വേണ്ട. നിങ്ങളിടയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളിലിരിക്കട്ടെ. ശരി, എന്ന് രണ്ടുപേരും ഹാപ്പി ആയിട്ട് ജീവിക്കുക.